Hello guys, welcome back to my channel. A realistic day in my life as a CMA USA aspirant. That's today's video. ഈ വീഡിയോയിൽ ഫുള്ള് ഞാൻ പഠിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തെറ്റ്. കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കണ എൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. ഒരു റഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഒരു CMA USA ആസ്പിറൻ്റ് ആണെന്ന് എനിക്ക് പോലും തോന്നിയിട്ടില്ല. ആ ലെവലിലേക്ക് ഞാൻ എത്തുന്നതിൻ്റെ മുന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇത്. സോ ആദ്യം തന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചതേ. ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, ഇത്രയും വൃത്തികെട്ട ചായ ഞാൻ ജീവിതത്തിൽ കുടിച്ചില്ല. അത്രയും വൃത്തികെട്ട ചായയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടിക്കണമല്ലോ, വേറെ ആരും കുടിക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് കുടിച്ചിട്ട് പിന്നെ കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടേനും, കുറച്ച് ക്വസ്റ്റ്യൻസ് സാറ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടേനും. ശരിക്കും ഇന്നലെ രാത്രി ചെയ്യേണ്ടതേനും, പക്ഷേ എനിക്ക് മടിയായതുകൊണ്ടും ഇന്നലെ ഫോണിൽ കളിച്ച് നേരം പോക്കിയതുകൊണ്ടും എനിക്ക് രാത്രി ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ രാവിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മാസമായി CMAൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട്. ഞാൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ട് 2 മാസമായി. പക്ഷെ എപ്പോഴും ആ ഒരു ട്രാക്കിലേക്ക് അങ്ങോട്ട് കയറാൻ എനിക്ക് പറ്റുന്നില്ല. എന്തൊക്കെയോ ഇത് അതന്നെ. ഞാൻ യൂട്യൂബിലൊക്കെ 5-6 മണിക്കൂർ ഡെയിലി പഠിക്കുന്നവരെ വ്ളോഗൊക്കെ കണ്ടിരുന്നു. അപ്പോഴാണ് ശരിക്കും അത് കണ്ടേരാണ് എനിക്ക് ശരിക്കും അങ്ങോട്ട് ഫീലായത്. ഞാൻ ഈ കാട്ടണേ, ഇത്രയും 5-6 മണിക്കൂർ ഡെയിലി പഠിക്കുന്നവരെ കൂടാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. 5-6 മണിക്കൂറൊന്നുമല്ല, അത് ചിലപ്പം ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ കൂടുതൽ പഠിക്കുന്നവരുണ്ട്, ഡെയിലി 12 അവർ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോടൊക്കെ കൂടാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് റിയലൈസ് ആയാലും എനിക്ക് എന്നോട് തന്നെ എന്താ ഇനി കാട്ടണേന്നുള്ളതായിപ്പോയി. പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും റിയലൈസ് ചെയ്തല്ലോ, അതന്നെ വലിയൊരു കാര്യം. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുമ്പോഴും അതുപോലെ ഇങ്ങനത്തെ പുതിയൊരു സാധനങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നൊരു സംഭവങ്ങളാണ് ഡീമോട്ടിവേഷന്, നമ്മളെ തന്നെ സ്വന്തം ക്രിട്ടിസൈസ് ചെയ്യുക, സെൽഫ് ഡൗട്ട്, നമുക്കിതൊക്കെ പറ്റുമോ എന്നുള്ള സംഭവം, അതൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ദി പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. ആൻഡ് ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാനും കൂടിയാണ് ഈ ഒരു വീഡിയോ. ആൻഡ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ട്രാൻസ്ഫോം ആവുന്നത്. ഒറ്റയടിക്ക് ആരും ഒന്നും ആവുന്നില്ല. സോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഹോംവർക്കൊക്കെ ചെയ്തതിന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പോവുകയാണ്. വേറെ അങ്ങോട്ടല്ല, ക്ലാസ്സിന് പോവുകയാണ്. പുതിയ സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്. ഏതാ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കരുത്, അത് ഞാൻ പറഞ്ഞില്ല. എന്താ അറിയില്ല, എനിക്ക് പറയാൻ ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ബസ് ഇറങ്ങിയും കഴിഞ്ഞിട്ടും കുറേ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി. ക്ലാസ്സിൽ പിന്നെ ഫോണ് അലൗഡ് അല്ല, അതുകൊണ്ട് എനിക്ക് അധികമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തിക്കണേ. ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധ കൊടുത്ത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കലുണ്ട്. ഉച്ചക്കേശൊക്കെയാണെങ്കിൽ കണക്കാണ്, ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് നമുക്കിങ്ങനെ ശ്രദ്ധിക്കാനേ പറ്റില്ല. പക്ഷേ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക, അതന്നെ. എന്താ വെച്ചാൽ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ നമ്മളെ ക്ലാസ്സൊക്കെ വിട്ട് നമ്മൾ നേരെ പുരയിലേക്ക് പോയി. പുരയിൽ പോയമ്മ ചക്കപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് പിന്നെ ഞാൻ രാത്രി കേട്ടോ വീഡിയോ എടുത്ത്, എന്നോട് മറന്നുപോയി വീഡിയോ എടുത്ത കാര്യവും. പിന്നെ ആണെങ്കിൽ ഞാൻ കുറേ ടൈം ഫോണിൽ കളിച്ചിരുന്നു പോയി. പുരയിൽ വന്നിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് നടന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ അന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇനി മുതലൊരു ചേഞ്ച് കൊണ്ടുവരണം, കുറേ പഠിക്കണം, ഇനിയും കുറേ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ചാനലിൽ ഡോക്യുമെൻ്റ് ചെയ്യും. അപ്പോൾ എല്ലാ CMA ആസ്പിറൻസിനും ചാനലിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗ്രോ ടുഗദർ ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.